എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ടാവും. അത് എന്നെപ്പോലത്തെ ഒരു കഥ ഉണ്ടാവും. ഞാൻ ഈ കോളേജിൽ കയറുന്ന ടൈമിൽ എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആഗ്രഹം ഉദിച്ചു. ഞാൻ 10th സ്റ്റാൻഡേർഡിലെത്തി. 10th ടൈമിലാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. നമസ്തേ ബ്യൂട്ടിഫുൾ സോൾസ്. അപ്പോൾ ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ ദി ലൈഫ് ലെസൺസ് ലേൺ ഫ്രം MBBS ജേർണി, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരംഭിക്കലാമാ? ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉദിച്ചു തുടങ്ങിയത് 7ാം ക്ലാസ്സിലാട്ടോ. അപ്പോൾ 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആഗ്രഹം ഉദിച്ചു. അപ്പോൾ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഇന്ന് ഡോക്ടറാണെങ്കിൽ നാളെ എഞ്ചിനീയർ, മറ്റന്നാൾ കളക്ടർ. അപ്പോൾ അത് ഞാൻ കാര്യമാക്കി എടുക്കാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറയണത് ഞാൻ കളക്ടറാവുള്ളതാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ല മറ്റേ ഇതിൽ അവിടെ കളക്ടറേറ്റിൽ ഞാൻ മറ്റേ കളക്ടറായിട്ട് നിയമിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ 8ാം ക്ലാസ്സിലോട്ട് പോയി. 8ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ 9ാം ക്ലാസ്സിലോട്ട് പോയി. പക്ഷേ ക്ലാസ്സുകൾ മാറവേ എൻ്റെ ഈ ഒരു ആഗ്രഹം മാത്രം മാറുന്നില്ല. ഈ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങി. ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. ഒരു 9ാം ക്ലാസ് കഴിഞ്ഞതോടെ എൻ്റെ ആഗ്രഹം തലയ്ക്ക് പിടിച്ച് എനിക്ക് ഡോക്ടറായേ തീരും, എനിക്കിന് വേറൊന്നും വേണ്ട. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്തു, ഞാനത് വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് വീട്ടിൽ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായല്ലോ. ഓക്കെ, നിനക്ക് അങ്ങനെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ മറ്റു ചിലർ കളിയാക്കലായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ടൈമിൽ ഈ ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നത്, ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അതായത് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടികൾക്കുള്ള. ഈ ഞാനാണെങ്കിലോ 24 മണിക്കൂർ എന്താ പറയണത്, ആർട്സ്, കൾച്ചറൽസ്, ഫെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു കുട്ടി. അപ്പോൾ അക്കാഡമിക്സിനെക്കാട്ടി കൂടുതൽ ഞാൻ ആ ടൈമിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കൾച്ചറൽസിനായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞു, ഞാൻ 10th സ്റ്റാൻഡേർഡിലെത്തി. 10th ടൈമിലാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. ആ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ വലുതായി. ഒരുപാട് പേര് അതിൽ ആഡായി. അപ്പം ഞാൻ എല്ലാവരോടും എൻ്റെ കാര്യം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അതായത് ഞാൻ ആ ടൈമിൽ എന്ന് പറയുന്ന ഒരു ഓപ്പൺ ബുക്കാണ്. എല്ലാവരോടും ഞാൻ എല്ലാം പറയും. അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയൊരു കുട്ടിയാണ്. വീട്ടുകാരോടും പറയും, എല്ലാവരോടും പറയുന്നൊരു കുട്ടി. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഞാനത് വിചാരിച്ചില്ല. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയുമ്പോൾ കുറേ പേര് നെഗറ്റീവ് സെൻസിൽ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കുറേ പേരെന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ട് എന്നെ ചതിക്കാനുണ്ടായിട്ടുള്ളൂ. വേറെ കുറേ പേര് ഇതൊന്നും നടക്കത്തില്ല എന്ന് തന്നെ ഓപ്പണായിട്ട് പറയുന്ന ഒരു പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ എന്തു ആയിക്കോട്ടെ, എൻ്റെ ആഗ്രഹമാണ് വലുത് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ അന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ ഫ്രണ്ട്സിനോട് പറയാനുള്ളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ പോയാലോ എന്ന് ഞാൻ ഭയന്നിട്ട്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, എനിക്കങ്ങനെ എല്ലാത്തിനും A1 ഒന്നും ഉണ്ടായിരുന്നൊരു കുട്ടിയൊന്നുമല്ല. ഒരു ആവറേജ് മാർക്ക് മാത്രമേ എനിക്ക് 10th ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സയൻസ് എടുക്കണമല്ലോ. അങ്ങനെ സയൻസിൻ്റെ എടുക്കേണ്ട ഒരു ടൈം വന്നപ്പോൾ എനിക്ക് സയൻസ് എടുക്കണമെന്ന് ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വീട്ടിൽ ആദ്യം ഉണ്ടായെന്ന് പറയണത്, എല്ലാത്തിനും A1 കിട്ടിയ കുട്ടികൾക്ക് തന്നെ സയൻസ് കിട്ടുന്നില്ല, അപ്പം നിനക്ക് എങ്ങനെ കിട്ടും, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി. കാരണം എനിക്ക് ആദ്യം സയൻസ് കിട്ടിയില്ല, പിന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ എനിക്ക് ഇച്ചിരി ഇഷ്യൂസൊക്കെ ഉണ്ടായി. പക്ഷെ അവസാനം ഞാൻ എൻ്റെ പോയിന്റിൽ വന്ന് എത്തിയിട്ടോ. ഞാൻ എടുത്ത മലയാളമായിരുന്നു. ഞാൻ അങ്ങനെ എടുത്ത് പഠിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തലേ കിടക്കുക കേട്ടോ. അപ്പോൾ ഈ കോളേജ് അല്ലാതെ ഞാൻ വേറെ ഒരു കോളേജിലും പോകത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനൊരു പഠിപ്പിയാവാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പഠിപ്പിയാവണമെന്നുണ്ടെങ്കിൽ ട്യൂഷനൊക്കെ പോകണമല്ലോ. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ പോയി ചേർന്നു. സത്യം പറയാലോ, 1 മാസമേ പോയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ നിർത്തി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്യൂഷൻ വരുന്നത്. അപ്പോൾ എനിക്കിത് രണ്ടും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുന്നു. സോ ഞാൻ അതങ്ങ് നിർത്തി. അപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞു, ട്യൂഷനൊക്കെ നിർത്തി, ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവൾ ഇന്ന് മറ്റേ പോകും, നാളെ നിർത്തും, അങ്ങനെയൊക്കെ പറഞ്ഞു.
പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം ലൈക്ക് ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക പ്ലസ് 2 എൻ്റെ മാർക്ക് വന്നപ്പോഴും അത് ആവറേജ് ആയ ഒരു മാർക്കാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് 2 ടൈമിൽ അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികൾക്ക് അത് ഇപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും റിലേറ്റ് ആവും. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി, പിന്നെ എന്താ പഠിക്കാനുള്ളൊരു ടെൻഷൻ, പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അറിയാലോ, ഒരുപാട് പിള്ളേർക്ക് ഇതിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്ക് ഒരുപാട് എന്താ പറയണത് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാം സ്കൂള് തന്നെ റെക്കോർഡ് ഹോംവർക്ക് ഇത് രണ്ടും കാര്യമുണ്ടാകും. പിന്നെ സെമിനാർ ഇത് പ്രോജക്റ്റ് അങ്ങനെ അത് കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിലും ഹോംവർക്ക് പിന്നെ മറ്റേ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും അവിടെ നിന്നും. പിന്നെ വേറൊരു കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്ക് വേറെ, പിന്നെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്ക് വേറെ, രണ്ടും വേറെ. പിന്നെ ട്യൂഷൻ ക്ലാസ്സിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ സ്കൂളിലായിരിക്കും എക്സാം. ഇത് രണ്ടും ഇല്ലാതെ ആയിരിക്കും ഈ പിള്ളേർ വേറെ സ്ഥലത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത്. അതിൻ്റെ ഒരു സ്ട്രെസ് വേറെ, അവിടെ നിന്നും കൊടുക്കും അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം എല്ലാവരും കൂടിയായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അപ്പം എനിക്കെന്ന് പറയണത് എനിക്ക് ഒരുപാട് സ്ട്രെസ് അങ്ങ് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ട്യൂഷൻ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ പ്ലസ് 2 ഇത് പഠിച്ചു. അപ്പോൾ പ്ലസ് 2ൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങിയത്. അതായത് ഞാൻ ഭയങ്കര ഒബീസായി, ഭയങ്കര പ്രശ്നങ്ങളായി. എനിക്ക് അങ്ങനെ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല. അവസാനത്തെ ഒരു മാസമാണ് ഞാൻ 12th വേണ്ടിയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് അവസാനത്തെ ഒരു 1 മന്താണ് പഠിക്കുന്നത്. അപ്പോൾ 1 മന്ത് കൊണ്ട് പഠിച്ചു. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരുവിധം തിരക്കേടില്ലാത്ത മാർക്ക് തന്നെ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതാൻ പോയി. അപ്പോൾ എൻട്രൻസ് എഴുതാൻ പോയപ്പോഴും വേറെ കുറേ വീട്ടിൽ നിന്ന് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്നൊന്നും ഉദ്ദേശിക്കുന്നത് റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഇവൾക്ക് എൻട്രൻസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ബെറ്റർ എന്ന് പറയണത് റിപ്പീറ്റിന് വിടാതെ എന്നെ വല്ല ഡിഗ്രിക്കും ചേർത്തിട്ട് എൻട്രൻസിന് റിപ്പീറ്റും ഒക്കെ പോകുന്നതായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എപ്പോഴും എങ്ങനെയാണെന്ന് പറയുക മെഡിക്കൽ കോളേജ് മാത്രം സ്വപ്നം കാണുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് വേറെ കോളേജ് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയായിരുന്നു. അപ്പം ഞാനത് ഡിലേ ചെയ്തു. എനിക്ക് പറ്റത്തില്ല, ഞാൻ ഒറ്റക്കാലത്ത് അവസ്ഥ തന്നെ നിന്നു. എനിക്ക് പറ്റത്തില്ല അങ്ങനെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റിന് പോയി. അപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ക്വാളിഫൈഡ് ആവുന്നുണ്ട്. പക്ഷെ ഒരു MBBS കിട്ടാനുള്ള ഒരു മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാട്ടുകാർ പറഞ്ഞതും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റല്ലേ, ഇപ്പം എന്തുണ്ട് എന്നൊക്കെ വലിയ കാര്യത്തിനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റിന് പോയി. അപ്പോൾ റിപ്പീറ്റിന് പോയപ്പോഴും ഞാനൊരു സെയിം മിസ്റ്റേക്ക് തന്നെ ഞാൻ കൊണ്ടുപോയി. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല അവർ പറയുന്നതായിരുന്നു എനിക്ക് വേദവാക്യം. ഈ 2 കാര്യങ്ങൾ ഞാൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയോണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്തു, വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എനിക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എനിക്കത് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പീറ്റ് പോയിട്ട് ഒന്നും നടന്നില്ല, റിപ്പീറ്റ് പോയിട്ട് നീ എന്തോ കാണിക്കാനാ എന്നായിരിക്കും വീട്ടുകാർ പറയാമെന്നുള്ളത് എനിക്ക് ഷുവറായ കാര്യമായിരുന്നു. അപ്പോൾ പക്ഷെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ റിപ്പീറ്റിന് അമ്മേനോട് പറഞ്ഞിട്ട് പിന്നെ വീട്ടിലും പറഞ്ഞിട്ട് ഞാനങ്ങ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം, ആ ടൈമിലാണെങ്കിൽ റിയലൈസേഷൻ വന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നല്ല ഫ്രണ്ട്സും ഉണ്ട്, ചീത്ത ഫ്രണ്ട്സും ഉണ്ട്. പക്ഷേ എനിക്ക് ഇവരിൽ ആരൊക്കെയാണ് നല്ലത് ചീത്ത എന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്തതെന്ന് പറയണത് റിപ്പീറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആദ്യം വന്നു. കാരണം എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഇപ്പോൾ MBBSന് കയറുന്ന കുട്ടികൾ കയറി, അല്ല കോളേജിൽ കയറുന്നവർ കയറി, ചില പിള്ളേർ സെക്കൻഡ് ഇയർ ആയി, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിനി എന്തോ ചെയ്യും. അപ്പം ഞാൻ തന്നെ ഫ്രണ്ട്സിൽ നിന്ന് തന്നെ തനിയെ മാറാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ചു, എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും. അതിപ്പോൾ ഞാൻ അവരെ വിളിച്ചില്ലെങ്കിലും അവരെൻ്റെ കൂടെ നിൽക്കും. അത് ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ ഇവരുടെ നിന്നൊക്കെ ഐസൊലേറ്റായി ഞാനങ്ങ് മാറി. അത് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക 60% ഫ്രണ്ട്സും പോയി, ആരുമില്ല. അപ്പോൾ പിന്നെ ഒരു 40% ഫ്രണ്ട്സാണ്
എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ ഞാൻ വിളിക്കത്തൊന്നുമില്ല. കാരണം എനിക്ക് പേടിയായി തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും എൻ്റെ കരിയർ വെച്ചാണ് ഞാൻ കളിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഞാനുള്ള ടൈമില്ല. അങ്ങനെ ഞാൻ റിപ്പീറ്റ് പഠിച്ചു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ കോവിഡ് ടൈം ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ വീട്ടിലിരുന്ന് പഠിച്ചു. ഒപ്പം തന്നെ ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും ഒരുവിധം മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്പീറ്റ് എഴുതിയപ്പോൾ എന്തായാലും ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ള മാർക്കില്ല, പക്ഷേ MBBS കിട്ടും, ഒരുവിധം കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടി. അപ്പോൾ ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു ഇത്രയും നാളും, അമ്മ മാത്രമല്ല അമ്മയും അച്ഛനും ഒക്കെ വിചാരിച്ചു ഇത്രയും നാളും എന്തായാലും ഞാൻ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ, അപ്പോൾ ഇത്ര ആഗ്രഹമുള്ളൊരു കുട്ടിയല്ലേ, അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇത്ര മാർക്ക് വാങ്ങിച്ചതല്ലേ, അങ്ങനെ എന്നെ ഒരു പ്രൈവറ്റ് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുകയുണ്ടായത്. പക്ഷെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയൊരു കാര്യം എന്ന് പറയണത് മറ്റേ ഫ്രണ്ട്സ് എന്ന് പറയണത് മാത്രമേ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നിൽ തന്നെ വിശ്വസിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും നാളും. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയണ, ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ കയറി അപ്പോഴും ആങ്സൈറ്റി ഉണ്ടായിരുന്നു. കാരണം 12th നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുമല്ലേ, അപ്പം എന്തായാലും നല്ല ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം പതുക്കെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞൊരു ഡയലോഗ്. അത് ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ പറഞ്ഞ് എന്നെ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു 2 മാസം 3 മാസത്തോളം ഞാൻ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആങ്സൈറ്റി പതിയെ അങ്ങ് കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ, ഞാനിപ്പോൾ ചെന്നൈയിലാണ് പഠിക്കുന്നത്, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മല്ലൂസ് മാത്രമല്ല ഉള്ളത്, മറ്റേ തമിലിയൻസ് ഉണ്ട്, പിന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്നവരുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഭാഗത്ത് നിന്ന് വരുന്നവരാണ് ഇവിടെ കൂടുതലും. അപ്പോൾ ഇവരായിട്ടൊക്കെ ഇങ്ങനെ മിങ്കിളാവാൻ തുടങ്ങി. അപ്പോൾ മിങ്കിളായി തുടങ്ങിയപ്പോൾ ഓരോരുത്തരെ എവിടെ നിർത്തണം, നമ്മൾ എവിടെ ഓരോരുത്തർക്ക് ബൗണ്ടറി വരയ്ക്കണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കോളേജിൽ കയറുന്ന ടൈമിൽ എനിക്ക് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ, ദൈവമേ ഞാൻ എൻ്റെ ചെറിയ പിള്ളേരുടെ കൂടെ പഠിക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനും വെച്ച് ഞാൻ കോളേജിൽ കയറിയത്. അപ്പോൾ കോളേജിൽ കയറുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ. സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ എങ്ങനെ എത്തിപ്പെടൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ടാവും. അത് എന്നെപ്പോലത്തെ ഒരു കഥ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഓൾമോസ്റ്റും ഒരേ പ്രായം, എൻ്റെ പ്രായക്കാർ. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും തുല്യ ദുഃഖിതരാണല്ലേ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് അപ്പോൾ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില പിള്ളേർ അത് ഹൈഡ് ചെയ്യും, ചില പിള്ളേർ ഇത് വെളിയിൽ പറയും. അടുത്തത് എനിക്ക് നിങ്ങളോടൊരു വേറൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, മെഡിക്കൽ എൻട്രൻസിന് ഭയങ്കര മാർക്ക് മേടിക്കണവർ മാത്രമാണ് ഡോക്ടർ ആവാനായിട്ട് യോഗ്യത എന്ന് ഒരു 60% ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. അത് വെറും തെറ്റായ കാര്യമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത്തവണത്തെ എൻട്രൻസ് കഴിഞ്ഞത് എത്ര പിള്ളേർ അപ്പിയർ ചെയ്തു എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എന്നാലും ഒരു 21 ലക്ഷം പിള്ളേർ സംതിങ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഈ 21 ലക്ഷം പിള്ളേർ അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രൻസ് എന്തോരം കോമ്പറ്റീറ്റീവ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്ന സീറ്റ് വളരെ ചുരുക്കവും, എത്ര പിള്ളേർക്ക് കിട്ടും? ഈ ഒരു എൻട്രൻസിന്റെ മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യുന്നത് ആ 3 മണിക്കൂറാണ് എൻട്രൻസ് എഴുതുന്നത്. ഈ നീറ്റ് എൻട്രൻസ് എഴുതുന്ന ഒരു ടൈം എന്ന് പറയണത്, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്ക്, അതായത് സൂര്യൻ നമ്മുടെ തലയുടെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഒരു ഇത് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ആ ടൈം എന്ന് പറയുന്നത് പിള്ളേരുടെയൊക്കെ ബ്രെയിൻ ഡൗൺ ആവുകയും അങ്ങനത്തേക്ക് ഒരു ടൈമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരു എഴുത്തെന്ന് പറയണത്. അത് മാത്രമല്ല, എക്സാം എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. അങ്ങനെ എത്ര പിള്ളേർക്ക് അത് കിട്ടും? അപ്പോൾ ബാക്കി പിള്ളേരൊക്കെ കഴിവില്ലാത്ത പിള്ളേരാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇത് ആക്ച്വലി ഒരു റേസ് പോലെയാണ്. ആദ്യം എത്തുന്നവർ ഫസ്റ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കണ്ണിൽ മാത്രമല്ല, ഇതിപ്പോൾ എല്ലാ പിള്ളേരും, ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിലും ഞാൻ എല്ലാവരും റെപ്രസെൻ്റ് ചെയ്തൊരു കാര്യം പറയുവാണ്. ഒരു ഡോക്ടർ ആവാനായിട്ട് യോഗ്യത എന്ന് പറയണത് മനുഷ്യത്വം, അത് വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മുടെ സ്പോട്ടിന് ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവ്. പിന്നെ നോ പറയേണ്ടടുത്ത് നോയും യെസ് പറയേണ്ടടുത്ത് യെസ്സും.
പിന്നെ ആഗ്രഹം ഉള്ളിൽ എനിക്ക് ഡോക്ടർ ആവണം എന്ന് അതിയായ ആഗ്രഹം. പിന്നെ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി, ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണ്, അത് മാത്രമല്ല ഹൈലി വോളറ്റൈലും ആണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാനും, അതായത് ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും പലവട്ടം റിപ്പീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സും ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഡോക്ടറാവാൻ യോഗ്യതയുള്ളതാണ്. പിന്നെ ഈ ഒരു 4 കൊല്ലം, ഫസ്റ്റ് ഇയർ എക്സാം ഉണ്ട്, സെക്കൻഡ് ഇയർ എക്സാം ഉണ്ട്, തേർഡ് ഇയർ, ഫൈനൽ ഇയർ, അങ്ങനെ 4 കൊല്ലത്തെ എക്സാമും ഡിസൈഡ് ചെയ്യും ഒരു കുട്ടി ഡോക്ടർ ആവണോ വേണ്ടയോ എന്നുള്ളത്. അതാണ് ഒരു ഡോക്ടർ ആവാനുള്ള ഒരു യോഗ്യത. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യണതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാനും ഒട്ടും പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാൻ മാത്രമല്ല, നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും കുറ്റങ്ങൾ മാത്രമാണ് കണ്ടുപിടിക്കാനായിട്ടൊരു വെമ്പല് കൊള്ളുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ ആരെ കണ്ടാലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആളെ നിർത്തേണ്ടടുത്ത് നിർത്തുക, പിന്നെ ആളിൽ നിന്ന് പോസിറ്റീവ് സൈഡ് മാത്രം ആളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഒബ്വിയസ്ലി കാണും, എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് പോസിറ്റീവ് മാത്രം എടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കുക. ഇനി അടുത്ത ആഴ്ച ഞാൻ വരാം. ഓക്കെ, ടാറ്റ.